കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിലെ ബോയിലർ പൊട്ടിത്തെറിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അസം സ്വദേശി നജീറുൽ അലിയാണ് മരിച്ചത്. ഫാക്ടറിയിലുണ്ടായിരുന്ന 9 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇവരെ മംഗലപുരത്തെയും കുമ്പളയിലെയും ആശുപത്രിയിലേക്ക് മാറ്റി. അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആര്യ, ഇന്ന് രാത്രി 7 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അനന്തപുരയിലാണ് അപകടം നടന്നിട്ടുള്ളത് എന്നാണ് നമ്മളിപ്പോൾ സംഭവ സ്ഥലത്ത് നമ്മളിപ്പോൾ ഉണ്ട്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഇപ്പോഴും ഈ പരിശോധനകൾ നടത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, കാസർഗോഡ് എന്ന ഭാഗമായി 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഏകദേശം 9 പേരോളമാണ് ഈ ഒരു ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ഒരു മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചൊരു സാഹചര്യം തന്നെയാണ്. ഇതിൽ 9 പേര് അവിടെ ഉണ്ടായിരുന്നു. 6 പേരെ മംഗലാപുരം ആശുപത്രിയിലും 2 പേരെ കുമ്പള ആശുപത്രിയിലും, ഒപ്പം തന്നെ ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കും. എന്തായാലും ഇപ്പോഴും പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യം തന്നെ. അതായത് ഉള്ളിൽ മറ്റാരും ഇല്ല എന്ന് ഫയർഫോഴ്സ് അംഗങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടെയും ഇനി ഉള്ളിൽ ആളുകൾ ഉണ്ടോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ആളുകൾ, അല്ലെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ നമുക്ക് ചോദിച്ചറിയുന്നുണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? 7 മണിക്ക് മുന്നായിട്ടുണ്ടാവും. ശബ്ദം കേട്ടിട്ട് നമ്മളൊക്കെ അതെ അടുത്തുള്ള ആളാണ്. ഇവിടെ തന്നെയാണ് വീട്. ശബ്ദം കേട്ടിട്ടാണ് ആദ്യം വിചാരിച്ച് ഭൂമി കുലുക്കുന്ന ഒരു ശബ്ദം ഉണ്ടാകുന്നില്ല, അങ്ങനത്തെ ശബ്ദം കേട്ടിട്ടാണ്. പിന്നെ മനസ്സിലായി ഇവിടെ ഒരു ഫാക്ടറിയുടെ പൊട്ടിത്തെറിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് നോക്കുമ്പോൾ ആളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയി. പിന്നെ സംസ്ഥാന തൊഴിലാളികളാണെന്ന് തോന്നുന്നില്ലേ ഉള്ളു? മൊത്തം അന്യ സംസ്ഥാന തൊഴിലാളികളാണ്, മൊത്തം ഹിന്ദിക്കാരാണ് മൊത്തവും. ഏകദേശം 300ഓളം ആളുകൾ ഈ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ 9 പേര് മാത്രമേ ഈ ഒരു ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനും സാധിക്കും. എന്തായാലും ഇപ്പോൾ പരിശോധനകൾ നടത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഒരു മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറും ഫാക്ടറീസ് ആൻഡ് ബോയിൽ വകുപ്പിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അന്വേഷണം പൂർത്തിയായ ശേഷം തുടർ നടപടി ഉണ്ടായേക്കുമെന്ന കാര്യവും കളക്ടർ അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഇന്ന് കാസർഗോഡ് അനന്തപുരിയിലും ഉണ്ടായിരിക്കുന്നതും. ആര്യ, അർച്ചന രവീന്ദ്രനാണ് സംഭവ സ്ഥലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.